കെ.പി.സി.സി അധ്യക്ഷ പദവിയെ ചൊല്ലിയുള്ള അനിശ്ചിതത്വങ്ങൾ പുതിയ തലത്തിലേക്ക് വഴിമാറുകയാണ്. കെ.പി.സി.സി പ്രസിഡന്റ് പദവിയിലേക്ക് പുതിയൊരാളെ ഉടൻ പ്രഖ്യാപിക്കുന്ന വാർത്തകൾ ശക്തമായിരുന്നുവെങ്കിലും തീരുമാനം തൽക്കാലത്തേക്ക് നീളുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഡൽഹി കേന്ദ്രീകരിച്ച് ഹൈക്കമാൻഡ് തലത്തിൽ ചർച്ചകൾ സജീവമാണെങ്കിലും നേതാക്കൾക്കിടയിൽ സമവായമുണ്ടാക്കാൻ സാധിക്കാത്തതാണ് പ്രഖ്യാപനം വൈകാൻ കാരണം. ഇതോടെ നിലവിലെ പ്രസിഡന്റ് സണ്ണി ജോസഫിനോട് സംഘടനാ ചുമതലകളിൽ വീണ്ടും സജീവമാകാൻ എ.ഐ.സി.സി കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കേണ്ട പേരുകളെ ചൊല്ലി മുഖ്യമന്ത്രി വി.ഡി. സതീശനും എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലും രണ്ട് തട്ടിലാണെന്നതാണ് നിലവിലെ പ്രതിസന്ധി രൂക്ഷമാക്കുന്നത്. ഇരുവരെയും ഒരുമിച്ചിരുത്തി ഒരു സമവായ ഫോർമുല ഉണ്ടാക്കാൻ ഹൈക്കമാൻഡ് നടത്തിയ ശ്രമങ്ങളൊന്നും ഇതുവരെ വിജയം കണ്ടിട്ടില്ല. തങ്ങളുടെ വിശ്വസ്തരെ പദവിയിലെത്തിക്കാൻ ഇരു നേതാക്കളും ശക്തമായ നീക്കങ്ങളാണ് നടത്തുന്നത്. എന്നാൽ പ്രതിസന്ധി ഘട്ടത്തിൽ വി.ഡി. സതീശന് ദേശീയ തലത്തിൽ വലിയ കരുത്ത് പകരുന്ന നിലപാടാണ് പ്രിയങ്ക ഗാന്ധിയുടേത്. കെ.പി.സി.സി അധ്യക്ഷൻ ആരാകണമെന്ന കാര്യത്തിൽ പ്രിയങ്ക ഗാന്ധിയും വി.ഡി. സതീശനും ഒറ്റക്കെട്ടായാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. വി.ഡി. സതീശന്റെ അഭിപ്രായത്തിന് അർഹമായ പരിഗണന നൽകണമെന്ന ശക്തമായ നിലപാടാണ് പ്രിയങ്കയ്ക്കുള്ളത്. ഇത് കെ.സി. വേണുഗോപാലിന്റെ നീക്കങ്ങൾക്ക് വലിയ തടസ്സമാണ് ഡൽഹിയിൽ സൃഷ്ടിക്കുന്നത്. അതേസമയം രാഹുൽ ഗാന്ധിയുടെ ഉറച്ച പിന്തുണ കെ.സിക്കുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. ഇതിനിടെ എ.ഐ.സി.സി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ നിലപാടും ഈ അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ നിർണായകമായി മാറിയിട്ടുണ്ട്. ദളിത് പ്രാതിനിധ്യം എന്ന നിലയിലും മുതിർന്ന നേതാവ് എന്ന പരിഗണനയിലും കൊടിക്കുന്നിൽ സുരേഷിനെ കെ.പി.സി.സി അധ്യക്ഷനാക്കണമെന്നാണ് ഖാർഗെ താൽപര്യപ്പെടുന്നത്. പാർട്ടി അധ്യക്ഷനായ ഖാർഗെയുടെ ഈ ശക്തമായ പിന്തുണ കൊടിക്കുന്നിലും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർക്കും വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ഗ്രൂപ്പ് സമവാക്യങ്ങൾക്ക് അതീതമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും തന്റേതായ നോമിനിയെ ഈ ഘട്ടത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ജോസഫ് വാഴക്കനെ കെ.പി.സി.സി അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരണമെന്നാണ് ചെന്നിത്തല ഹൈക്കമാൻഡിന് മുന്നിൽ ശക്തമായി വാദിക്കുന്നത്. ഇതോടെ പാർട്ടിയുടെ ഓരോ മുതിർന്ന നേതാക്കളും അവരവരുടെ സ്ഥാനാർത്ഥികൾക്കായി നിലയുറപ്പിച്ചതോടെ അനിശ്ചിതത്വമാണ് പാർട്ടിയിൽ നിലനിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ പുതിയ കെ.പി.സി.സി പ്രസിഡന്റ് പ്രഖ്യാപനം ഇനിയും വലിയ തോതിൽ വൈകാനാണ് സാധ്യത. കെ.പി.സി.സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരേ സമയം നിരവധി പേരുകൾ ഉയർന്നു വന്നതോടെ കൂടുതൽ വിപുലമായ കൂടിയാലോചനകൾക്ക് ശേഷം മാത്രം അന്തിമ നിയമനം നടത്തിയാൽ മതിയെന്നാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം.